പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അധികമായി എന്നിൽ നിറയണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കന്മാരെ, കുഞ്ഞുമക്കളെ, യേശു നാമത്തിൽ എല്ലാവരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും മനസ്സിനെയും നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും എല്ലാം നമുക്ക് ദൈവസന്നിധിയിലേക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. വചനം തന്നെയായ ഈശോയെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത കാലത്ത് ഒരു വ്യക്തി എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അപ്പോൾ ആ വ്യക്തിയുമായിട്ട് സംസാരിച്ചപ്പോൾ, ആ സഹോദരനുമായിട്ട് സംസാരിച്ചപ്പോൾ, ആ സഹോദരൻ തൻ്റെ മുമ്പോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് വളരെ കൺഫ്യൂസ്ഡ് ആണ്. എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ, കുറച്ച് ഞെരുക്കങ്ങളിലൂടെ, കുറച്ച് തകർച്ചകളിലൂടെ എല്ലാം ഈ സഹോദരൻ കടന്നു പോകുന്നതായിട്ട് ആ സഹോദരനുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ ആ സഹോദരൻ പറയുകയുണ്ടായി. അപ്പൊ മുമ്പോട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഏത് വഴിയാണ് നീങ്ങേണ്ടതെന്ന് അറിയത്തില്ല, എന്ത് തീരുമാനമാണ് എടുക്കേണ്ടതെന്ന് അറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരും പലപ്പോഴും ഈ ഒരു അവസ്ഥയിലൂടെയൊക്കെ ആയിരിക്കും കടന്നു പോകുക, അല്ലെ? ചിലപ്പോൾ ചില പ്രത്യേക രോഗത്തിന്റെ അവസ്ഥകൾ, ചില സാമ്പത്തികമായിട്ടുള്ള തകർച്ചകളിലൂടെ കടന്നു പോവാം. അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ജോലി മേഖലയിൽ ചില പ്രശ്നങ്ങൾ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പ്രത്യേക തടസ്സങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പോഴെല്ലാം ചിലപ്പോഴെല്ലാം നമ്മളും സംശയിക്കും, എന്താ ചെയ്യുക, എങ്ങനെയാണ് ഈ പ്രശ്നത്തെ ഒന്ന് പരിഹരിക്കുക, എന്താണ് ഈ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, പ്രിയപ്പെട്ടവരെ, ബൈബിൾ ഓപ്പൺ ചെയ്തപ്പോൾ പെട്ടെന്ന് കിട്ടിയ വചനം ഇതായിരുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 28-ാമത്തെ അധ്യായം 10-ാമത്തെ തിരുവചനം. ഉയർത്തെഴുന്നേറ്റ ഈശോ ആദ്യമായിട്ട് മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടിട്ട് മഗ്ദലന മറിയത്തോട് ഇപ്രകാരമാണ് പറയുന്നത്: നീ ചെന്ന് എൻ്റെ ശിഷ്യന്മാരെ ഈ വിവരം അറിയിക്കുക. എനിക്ക് മുമ്പേ അവർ ഗലീലയിലേക്ക് പോകണം, അവിടെ വെച്ച് അവർ എന്നെ കാണും. അപ്പോൾ നിങ്ങൾ ഗലീലയിലേക്ക് പോകണം എന്നുള്ള ഈ ഒരു വചനമാണ് ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് കാണിച്ചു തന്നത്. ഞാൻ ആ വ്യക്തിയുമായിട്ട് ഇതെല്ലാം ഷെയർ ചെയ്തു. അങ്ങനെ അപ്പോൾ ആ വ്യക്തി പെട്ടെന്ന് പറഞ്ഞു, ശരിയാണ് ബ്രദറെ, അതായത് ആദ്യമുണ്ടായിരുന്ന ആ ഒരു ദൈവസ്നേഹം, ആദ്യമുണ്ടായിരുന്ന ഒരു ദൈവഭക്തി, ആദ്യമുണ്ടായിരുന്ന ആ ഒരു വിശ്വാസം ഇന്ന് എൻ്റെ ജീവിതത്തിലില്ല. അതുകൊണ്ട് ഞാൻ എന്തായിരുന്നോ ആ അവസ്ഥയിലേക്ക് തിരികെ പോകണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നീ ഗലീലയിലേക്ക് തിരികെ പോകണമെന്നുള്ള ഈ വചനം എനിക്കായിട്ട് ഇന്ന് പരിശുദ്ധാത്മാവ് തന്നത്. പ്രിയപ്പെട്ടവരെ, അന്ന് കേട്ട വചനം അനുസരിച്ച് ആ വ്യക്തി തന്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ തയ്യാറായി. പ്രിയപ്പെട്ടവരെ, കുമ്പസാരത്തിലൂടെ തന്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് അനുതപിച്ച് കണ്ണുനീരോടെ പാപങ്ങൾ ഏറ്റുപറയുവാനും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനും വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനും തന്റെ പാപകരമായ മാർഗങ്ങളെല്ലാം ഉപേക്ഷിക്കുവാനും എല്ലാം തീരുമാനിച്ചു. ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്തുവാൻ ആ വ്യക്തി തീരുമാനിച്ചപ്പോൾ ഇന്ന് ഈശോ കൊടുക്കുന്ന, പ്രത്യേകിച്ച് ഉദിതനായി ഈശോ തരുന്ന വലിയൊരു സന്തോഷവും സമാധാനവും അനുഭവിച്ച് ഈശോയെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന ജീവിക്കുന്ന ഒരു കുടുംബമായിട്ട് ആ കുടുംബത്തെ കർത്താവ് മാറ്റി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഇതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ ഗലീലയിലേക്ക് തിരികെ പോകണം. ഉയർത്തെഴുന്നേറ്റ ഈശോ ശിഷ്യന്മാർക്ക് കൊടുത്ത ഏറ്റവും ആദ്യത്തെ നിർദ്ദേശം എന്താണെന്ന് നമുക്കറിയാം, അല്ലെ? അത് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാവരോടും സുവിശേഷം പ്രസംഗിക്കണമെന്ന് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 15-ാമത്തെ വചനമാണെന്ന് ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ നമ്മൾക്ക് കരുതിയേക്കാം. എന്നാൽ അതിനു മുന്നേ ഈശോ, ഉയർത്തെഴുന്നേറ്റ ഈശോ, ഉദ്ധിതനായ ഈശോ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഏറ്റവും ആദ്യത്തെ നിർദ്ദേശം ഇതായിരുന്നു: നിങ്ങൾ ഗലീലയിലേക്ക് മടങ്ങണം, നിങ്ങൾ ഗലീലയിലേക്ക് തിരികെ പോകണം. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടായിരിക്കും ഈശോ ഈ ഒരു നിർദ്ദേശം തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുക? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക. പ്രിയപ്പെട്ടവരെ, ഒന്നാമതായിട്ട് എല്ലാം ആരംഭിച്ചത് ഗലീലയിലാണ്. ഈശോയുടെയും ശിഷ്യന്മാരുടെയും ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുത ഇതാണ്: അവരുടെ ജീവിതം ആരംഭിച്ചത്, അവരുടെ മിഷൻ ആരംഭിച്ചത്, അവരുടെ പ്രേക്ഷിത പ്രവർത്തനം ആരംഭിച്ചത് എല്ലാം ഗലീലയിലാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 2-ാമത്തെ അധ്യായം 22-ഉം 23-ഉം തിരുവചനങ്ങൾ. നമുക്കറിയാം, വിശുദ്ധ യൗസേപ്പ് പിതാവും പരിശുദ്ധ അമ്മയും ഉണ്ണീശോയുടെ ജീവന്റെ സംരക്ഷണാർത്ഥം ഹെറോദോസ് രാജാവായിരുന്ന സമയത്ത് തിരുക്കുടുംബം ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നതായിട്ട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഹെറോദോസിന്റെ മരണശേഷം, എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ദൂതൻ യൗസേപ്പ് പിതാവിന് പ്രത്യക്ഷപ്പെട്ടിട്ട് യൗസേപ്പ് പിതാവിനോട് പറയുന്നുണ്ട്, ഉടനെ തന്നെ അമ്മയും കുഞ്ഞിനെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക, കാരണം കുഞ്ഞിനെ വധിക്കുവാൻ പരിശ്രമിച്ചിരുന്നവർ ഇതാ മരിച്ചു കഴിഞ്ഞു.
അപ്പൊ ഹെറോദോസിന്റെ മരണശേഷം ഇസ്രായേൽ ദേശത്തേക്ക് തിരികെ വരുന്ന യോസേപ്പ് പിതാവിനെയും പരിശുദ്ധ അമ്മയും ഉണ്ണീശോയെയും വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവർ തിരികെ വന്നപ്പോൾ ഹെറോദോസിന്റെ മകനായ അർക്കലോവോസ് ആണ് അവിടെ ഇപ്പോൾ രാജാവായിട്ട് ഭരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ യോസേപ്പ് പിതാവിന് തിരികെ യൂദയ ദേശത്തേക്ക് പോകുവാനായിട്ട് ഭയമായി. അതുകൊണ്ട് ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്, അതുകൊണ്ട് അവൻ അമ്മയും കുഞ്ഞിനെയും കൂട്ടി ഗലീലി പ്രദേശത്തുള്ള നസറത്ത് എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ പോയി താമസിച്ചു. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്നത് പ്രവാചകന്മാർ മുഖേന പറഞ്ഞിരിക്കുന്നത് പൂർത്തിയാക്കപ്പെടാൻ വേണ്ടി അവർ നസറത്തിൽ പോയി പാർത്തു. അതേ പ്രിയപ്പെട്ടവരെ, തന്റെ 3 വർഷത്തെ പരസ്യജീവിതം ഒഴിച്ചുള്ള ഏകദേശം 30 വർഷങ്ങൾ ഈശോയുടെ ജീവിതത്തിന്റെ ആദ്യ ഭാഗത്തിലെ ബഹുഭൂരിഭാഗം ആ സമയവും ഈശോ ചെലവഴിച്ചത് ഗലീലി പ്രദേശത്തായിരുന്നു എന്ന് ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നു. എന്ന് മാത്രമല്ല, ജ്ഞാനസ്നാനത്തിന് ശേഷം ഏകദേശം 40 ദിവസം നീണ്ട പരീക്ഷണത്തിന് ശേഷം, മരുഭൂമിയിലെ പരീക്ഷണത്തിന് ശേഷം ഈശോ ആത്മാവിന്റെ ശക്തിയോടുകൂടി ഗലീലയിലേക്ക് തിരിച്ചുപോയി എന്ന് വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, അതിനുശേഷമുള്ള ബൈബിൾ ഭാഗങ്ങൾ നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയുണ്ട്. അതിനുശേഷം തൊട്ട് താഴെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഈശോ തന്റെ പരസ്യ ജീവിതം ആരംഭിച്ചു. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗസൗഖ്യങ്ങൾ, മാനസാന്തരങ്ങൾ, പ്രിയപ്പെട്ടവരെ, അതിശക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് യേശുവിലൂടെ പ്രവർത്തിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. അതും പരസ്യജീവിതം ആരംഭിച്ചതും ഗലീലയിലാണ്. അപ്പൊ അങ്ങനെ ഈശോയുടെ പരസ്യജീവിതം ആരംഭിച്ചത്, ഈശോയുടെ ജീവിതത്തിന്റെ ഏകദേശം 30 വർഷത്തോളം ഈശോ ചെലവഴിച്ചതെല്ലാം ഗലീലയിലാണ്. ഇനി നമുക്ക് അപ്പസ്തോലന്മാരെ കുറിച്ച് ചിന്തിച്ചു നോക്കാം. 12 അപ്പസ്തോലന്മാരില് 11 അപ്പസ്തോലന്മാരും ഗലീലി പ്രദേശത്തുനിന്നുള്ളവരായിരുന്നു. യൂദയായിൽ നിന്നുണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തി ഈശോയെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയോത്ത മാത്രമായിരുന്നു. യൂദയ പ്രദേശത്തുള്ള കെരിയോത്ത് എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ നിന്നായിരുന്നു യൂദാസ് സ്കറിയോത്തായുടെ ജന്മസ്ഥലം. പ്രിയപ്പെട്ടവരെ, ഇതിനെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനം അതിന്റെ 2-ാമത്തെ അധ്യായത്തില് മനോഹരമായിട്ട് ഒരു ഭാഗമുണ്ട്. പന്തക്കുസ്താ ദിനത്തില് പരിശുദ്ധാത്മാവ് കൊണ്ട് ശിഷ്യന്മാരെല്ലാം നിറഞ്ഞു. അവര് വിവിധ ഭാഷകളിൽ സംസാരിക്കാനായിട്ട് ആരംഭിച്ചു. അപ്പം വിവിധ ദേശങ്ങളിൽ നിന്ന് വന്ന യഹൂദര് അന്ന് ജെറുസലേം ദേവാലയത്തിൽ പന്തക്കുസ്താ തിരുനാളിനായിട്ട് അവിടെ സമ്മേളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറയുകയാണ്, നമ്മളെല്ലാവരും നമ്മുടെ മാതൃഭാഷകളിൽ ഇവർ സംസാരിക്കുന്നത് എങ്ങനെയാണ് കേൾക്കുന്നത്? കാരണം ഇവരെല്ലാം ഗലീലിയക്കാരല്ലേ. അപ്പസ്തോല പ്രവർത്തനം 2:7. ഇവിടെ നോക്കിയേ, അപ്പൊ ഇവരെല്ലാവരും ഗലീലിയിൽ നിന്നുള്ളവരായിരുന്നു എന്ന് നമുക്ക് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ എല്ലാം ആരംഭിച്ചത് ഗലീലിലാണ്. അതേ പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴെല്ലാം നമ്മൾ ചിന്തിച്ചു നോക്കണം, നമ്മുടെ ജീവിതത്തിന്റെ ആരംഭ കാലഘട്ടം, ചെറുപ്പ കാലഘട്ടം ഒക്കെ എങ്ങനെയായിരുന്നു? ഒരുപാട് വേദനകളിലൂടെയും ഞെരുക്കങ്ങളിലൂടെയും എല്ലാം കടന്നുപോയ ഒരു ബാല്യകാലം നമ്മളിൽ അനേകം പേർക്കുണ്ട്. ഇനി ചിലരെല്ലാം സംബന്ധിച്ചിടത്തോളം അവരുടെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ, അവരുടെ യുവത്വത്തില് ഒരുപക്ഷെ മദ്യപാനത്തിന് അടിപ്പെട്ട ജീവിതങ്ങൾ, ചില പാപകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ജീവിതങ്ങളുണ്ട്. ചില പാപബന്ധനങ്ങളിലായിരുന്ന ജീവിതങ്ങളുണ്ട്. ചില പാപബന്ധങ്ങളിലായിരുന്ന ചില ജീവിതങ്ങളുണ്ട്. അങ്ങനെ തകർച്ചകളിലൂടെയും കണ്ണുനീരിലൂടെയും കടന്നുപോയ ഒരു ബാല്യവും കൗമാരവും യുവത്വവും ഒക്കെ ഒരുപക്ഷെ നമ്മളിൽ പലർക്കും ഉണ്ടായിരിക്കാം. എന്നാൽ അവിടുന്നെല്ലാം ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ വിളിച്ച് വേർതിരിച്ച് നമ്മൾ ഇന്നായിരിക്കുന്ന അവസ്ഥയിലേക്ക് ഈശോ നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നു, അല്ലെ? നമുക്ക് നല്ല വിദ്യാഭ്യാസം തന്നു, നല്ല ജോലി തന്ന്, നല്ല ജീവിത സാഹചര്യങ്ങളെ തന്ന്, നല്ല ബിസിനസ്സുകൾ തന്ന്, സാമ്പത്തിക അഭിവൃദ്ധി തന്ന്, നല്ല കുടുംബ ജീവിതം തന്ന്, കുഞ്ഞു മക്കളെ തന്ന്, നല്ല ജീവിത പങ്കാളിയെ തന്ന്, പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ഇന്ന് കർത്താവ് അനുഗ്രഹിച്ചപ്പോൾ ചിലരുടെ എല്ലാം കുടുംബങ്ങളിൽ, ജീവിതങ്ങളിൽ സംഭവിച്ചൊരു കാര്യമുണ്ട്. അവരെല്ലാം പതിയെ പതിയെ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോയി. ആദ്യമുണ്ടായിരുന്ന ആ ദൈവസ്നേഹം, ആദ്യമുണ്ടായിരുന്ന ആ ദൈവ ആശ്രയത്വം, ആദ്യമുണ്ടായിരുന്ന ആ ദൈവ വിശ്വാസം, ആദ്യമുണ്ടായിരുന്ന ആ ഒരു ദൈവ ശരണം ഇന്ന് കൈമോശം വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് എന്നോടും നിങ്ങളോടും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നിങ്ങൾ ഗലീലയിലേക്ക് തിരികെ പോകണം. പ്രിയപ്പെട്ടവരെ, ആദ്യമുണ്ടായിരുന്ന ആ സ്നേഹത്തിലേക്ക് നമ്മൾ തിരികെ പോകണം. ഇതിനെക്കുറിച്ച് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: എല്ലാറ്റിലും സമൃദ്ധി ഉണ്ടായപ്പോൾ നീ തികഞ്ഞ ആഹ്ലാദത്തോടെ നിന്റെ ദൈവമായ കർത്താവിന് ശുശ്രൂഷ ചെയ്തില്ല എന്ന് നിയമാവർത്തനം അതിന്റെ 28-ാം അധ്യായം 47-ാമത്തെ വചനം പഠിപ്പിക്കുന്നു. എല്ലാറ്റിലും സമൃദ്ധി ഉണ്ടായപ്പോൾ തികഞ്ഞ ആഹ്ലാദത്തോടെ നീ നിന്റെ ദൈവമായ കർത്താവിന് ശുശ്രൂഷ ചെയ്തില്ല. അതുപോലെ ജെറമ്യാ പ്രവാചന പുസ്തകം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വചനം ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങൾ പെരുകി നാട് നിറഞ്ഞു കഴിയുമ്പോൾ കർത്താവിന്റെ വാഗ്ദാന പേടകത്തെ പറ്റി ആരും ഒന്നും പറയുകയില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ അത് ആവശ്യമെന്ന് കരുതുകയോ മറ്റൊന്ന് നിർമ്മിക്കുകയോ ചെയ്യുകയില്ല. നിങ്ങൾ പെരുകി നാട് നിറഞ്ഞു കഴിയുമ്പോൾ, ജീവിതത്തിൽ എല്ലാത്തിലും സമൃദ്ധി ഉണ്ടായി കഴിയുമ്പോൾ കർത്താവിന്റെ വാഗ്ദാന പേടകത്തെക്കുറിച്ച്,
ദേവാലയത്തെക്കുറിച്ച്, തിരുസഭയെക്കുറിച്ച്, ദൈവിക കാര്യങ്ങളെക്കുറിച്ച് പിന്നെ എല്ലാവരും മറന്നുപോകും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അവസ്ഥ ഇതുപോലെയൊക്കെ ആണെങ്കിൽ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങൾ ഗലീലിലേക്ക് തിരികെ പോകണം. അതെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആദ്യമുണ്ടായിരുന്ന ആ ഒരു ദൈവസ്നേഹം, ആദ്യമുണ്ടായിരുന്ന ആ ഒരു ദൈവ ആശ്രയത്വം, ആദ്യമുണ്ടായിരുന്ന ആ ദൈവ വിശ്വാസത്തിലേക്ക് നമ്മൾ തിരികെ പോകണമെന്ന് എന്നോടും നിങ്ങളോടും ഇന്ന് പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര തീക്ഷ്ണമായിട്ടാണ് നമ്മുടെ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ ദേവാലയത്തിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത്, ദേവാലയ ശുശ്രൂഷകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്, ദൈവവചനം വായിച്ചുകൊണ്ടിരുന്നത്, എത്ര വിശുദ്ധിയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്, എത്ര ആഴത്തിലുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടായിരുന്നു. അടിക്കടി കുമ്പസാരിക്കുവാൻ, അടിക്കടി വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാൻ, ബൈബിള് വായിക്കുവാൻ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുവാൻ, അതല്ലെങ്കിൽ ഡിവൈൻ മേഴ്സി ചൊല്ലി പ്രാർത്ഥിക്കുവാനൊക്കെ എത്രയൊരു തീഷ്ണത നമുക്കുണ്ടായിരുന്നു. ആ ഒരു തീഷ്ണതയിലേക്ക് ഞാനും നിങ്ങളും തിരിച്ചു പോകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. വെളിപാടിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിന്റെ 4ഉം 5ഉം തിരുവചനങ്ങൾ. അവിടെ വചനം ഇപ്രകാരം പറയുകയാണ്: ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു, അതുകൊണ്ട് നീ ഏത് അവസ്ഥയിൽ നിന്നാണ് അധപതിച്ചതെന്ന് ചിന്തിക്കുക, അനുദപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുക്കലേക്ക് വരികയും നിന്റെ ദീപപീഠം അതിന്റെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. വചനം പറയുകയാണ്, ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു, അതുകൊണ്ട് നീ ഏത് അവസ്ഥയിൽ നിന്നാണ് അധപതിച്ചതെന്ന് നോക്കുക, അനുദപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന വിശുദ്ധിയും പ്രാർത്ഥനയും സ്നേഹവും വിശ്വാസത്തിലേക്കെല്ലാം നമ്മൾ തിരികെ പോകണമെന്ന് ഇന്ന് വചനത്തിലൂടെ പരിശുദ്ധാത്മ നമ്മളെ ഓർപ്പിക്കുന്നു. ഇത് നമ്മളെ ഏറെ സഹായിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, വളരെ ചെറിയ പ്രാർത്ഥന. അനുദിനം നമ്മൾ അനേകം പ്രാവശ്യം ചെല്ലുന്ന ഒരു പ്രാർത്ഥനയാണിത്. അതിത് മറ്റൊന്നുമല്ല: പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്നിട്ട് എന്നെ മറുപടിയായിട്ട് നമ്മൾ ചെല്ലുന്നു: ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ടവരെ നോക്കിക്കേ, എന്റെ മറുപടി നോക്കിക്കേ: ആദിയിലെ പോലെ, ആദ്യമുണ്ടായിരുന്നത് പോലെ. ഓരോ പ്രാവശ്യവും നമ്മൾ ഈ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ഈ ത്രൈത്വിക സ്തുതി, ഈ പ്രാർത്ഥന നമ്മൾ ചെല്ലുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ മറുപടിയായിട്ട് പറയുകയാണ്: ആദ്യമുണ്ടായിരുന്ന ആ സ്നേഹം എനിക്ക് തരണമേ, ആദ്യമുണ്ടായിരുന്ന ആ ഒരു വിശ്വാസം എനിക്ക് തരണമേ, ആദ്യമുണ്ടായിരുന്ന ആ ദൈവ ആശ്രയത്വം എനിക്ക് തരണമേ, ആദ്യമുണ്ടായിരുന്ന ആ ദൈവ ഭയം എനിക്ക് തരണമേ, ആദ്യമുണ്ടായിരുന്ന ആ ഒരു നിഷ്കളങ്കത, ആദ്യമുണ്ടായിരുന്ന ഒരു ജീവിത വിശുദ്ധി എനിക്കായിട്ട് തരണമേ. നമുക്കും ആഗ്രഹിക്കാം പ്രിയപ്പെട്ടവരെ, ആ ഗലീലിലേക്ക് ഒന്ന് തിരികെ പോകുവാനായിട്ട്. പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട്, എന്തുകൊണ്ടാണ് ഈശോ തന്റെ ശിഷ്യന്മാരോട് ഗലീലിലേക്ക് മടങ്ങിപ്പോകണമെന്ന് പറഞ്ഞതിനോട് രണ്ടാമതൊരു കാരണം കൂടെയുണ്ട്. അത് മറ്റൊന്നുമല്ല, ശിഷ്യന്മാർക്ക് പ്രേക്ഷിത ദൗത്യം ഈശോ കൊടുത്തത് ഗലീലിൽ വെച്ചാണ്. തന്റെ പ്രേക്ഷിത ദൗത്യം ഈശോ ശിഷ്യന്മാർക്ക് കൊടുത്തത് ഗലീലിൽ വെച്ചാണ്. നമുക്കറിയാം, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാമത്തെ അധ്യായം 16 മുതൽ 20 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെയാണ് വചനം പറയുന്നത്: യേശു നിർദ്ദേശിച്ചതനുസരിച്ച് 11 പേരും ഗലീലിലെ മലയിലേക്ക് പോയി. അവിടെ വെച്ച് അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു. ഈശോ അവരോട് പറഞ്ഞു: സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. കണ്ടോ പ്രിയപ്പെട്ടവരെ, അപ്പം ഗലീലിലെ മലയിൽ വെച്ചാണ് ഈശോ തന്റെ ശിഷ്യന്മാർക്ക് പ്രേക്ഷിത ദൗത്യം കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 15-ാം തിരുവചനം: നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. ഈ ഒരു പ്രവാചക ദൗത്യം, ഈ ഒരു ദൗത്യം അവർക്ക് നൽകപ്പെട്ടത് ഗലീലിൽ വെച്ചാണ്. ഇന്ന് നമ്മുടെ ജീവിതങ്ങളിലും നമ്മുടെ ജീവിത ദൗത്യം നമുക്കായിട്ട് പരിശുദ്ധാത്മാവ് തരുന്നത് നമ്മൾ ആയിരിക്കേണ്ട ഗലീലിൽ വെച്ചാണ്. ഇന്ന് ഞാൻ ഇന്ന് ആയിരിക്കേണ്ട ഗലീല് ഏതാണ്? ഇന്ന് എന്റെ ഗലീല് ഏതാണ് പ്രിയപ്പെട്ടവരെ? ഒരു കുടുംബജീവൻ നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഗലീല് എന്ന് പറയുന്നത് അവരുടെ കുടുംബ ജീവിതമാണ്. സന്യസ്ത ജീവിതത്തിലേക്ക് വ്രതം നോക്കി കടന്നു വന്നിരിക്കുന്ന സന്യസ്തരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗലീല് എന്ന് പറയുന്നത് അവരുടെ വിശുദ്ധമായ സന്യസ്ത ജീവിതമാണ്. ഒരു പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു അച്ഛനെ സംബന്ധിച്ചിടത്തോളം, ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം ആ വൈദികന്റെ ഗലീല് എന്ന് പറയുന്നത് ആ വൈദികന്റെ പൗരോഹിത്യ ശുശ്രൂഷ ജീവിതമാണ്. അവിടെ ആയിരിക്കുമ്പോഴാണ് നമ്മളെക്കുറിച്ചുള്ള ജീവിത ദൗത്യം, പ്രേക്ഷിത ദൗത്യം പരിശുദ്ധാത്മാവ് നമുക്കായിട്ട് നൽകുന്നത്. നമുക്ക് വിശുദ്ധരുടെ ജീവിതങ്ങളിലേക്ക് ഒന്ന് നോക്കാം പ്രിയപ്പെട്ടവരുടെ. അവരുടെ ജീവിത മാതൃക നമുക്ക് വലിയ ഒരു മാതൃകയാണ്, നമ്മൾ പിൻചെല്ലേണ്ട വലിയൊരു മാതൃകയാണ്. നമുക്ക് മദർ തെരേസയെ ഒന്ന് നോക്കിക്കേ. മദർ തെരേസയെ സംബന്ധിച്ചിടത്തോളം മദറിന്റെ ഗലീലി എന്ന് പറയുന്നത്
നിരാലംബരും ആശയറ്റവരും കുഷ്ഠരോഗികളുടെയും ഇടയില് ആ കൽക്കട്ടയിലെ തെരുവുകളായിരുന്നു, അല്ലെങ്കിൽ ചേരി പ്രദേശങ്ങളായിരുന്നു മദർ തെരേസയുടെ ഗലീലി. എന്നാൽ കൊച്ചു തെരേസയെ പുണ്യവതിയെ നോക്കിയേ, ക്ഷയരോഗം ബാധിച്ച് 24-ാമത്തെ വയസ്സിൽ മരിച്ച പുണ്യവതിയാണ് കൊച്ചു തെരേസയെ പുണ്യവതി. എന്നാൽ കൊച്ചു തെരേസയെ പുണ്യവതിയെ സംബന്ധിച്ചിടത്തോളം ആ രോഗം ബാധിച്ച് ആ കോൺവെന്റിന്റെ മുറിയില് തന്റെ ഓരോ സഹനങ്ങളെയും, അനേകം പാപികളുടെ മാനസാന്തരത്തിനായിട്ട് തന്റെ ഓരോ സഹനങ്ങളെയും വേദനകളെയും തന്റെ ഓരോ രോഗാവസ്ഥകളെയും ലോകത്തിന് മുഴുവനുമായിട്ട് തിരുസഭയ്ക്ക് വേണ്ടി ആത്മാക്കളുടെ രക്ഷയ്ക്കുമായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിച്ചു. ആ കോൺവെന്റ് കൊച്ചു തെരേസയെ സംബന്ധിച്ചിടത്തോളം കൊച്ചു തെരേസയുടെ ഗലീലിയായിട്ട് മാറി. ഫാദർ ഡാമിയൻ മൊളോക്കോയിലെ കുഷ്ഠരോഗികളുടെ ഇടയിൽ സേവനം ചെയ്ത് കുഷ്ഠരോഗിയായിട്ട് മാറിയ ഫാദർ ഡാമിയനെ നമുക്കറിയാം. ഫാദർ ഡാമിയന്റെ ഗലീലി എന്ന് പറയുന്നത് ആ മൊളോക്കോ ദ്വീപായിരുന്നുവെങ്കിൽ നമ്മുടെ അൽഫോൻസാമയെ സംബന്ധിച്ചിടത്തോളം രോഗബാധിതയായി ആ കോൺവെന്റിൽ കഴിഞ്ഞപ്പോൾ തന്റെ ഓരോ സഹനങ്ങളുടെയും ആത്മാക്കളുടെ വിശദീകരണത്തിനായിട്ട് സമർപ്പിച്ച് ആ കോൺവെന്റിനെ തന്റെ ഗലീലിയാക്കി മാറ്റിയ വിശുദ്ധയാണ് നമ്മുടെ വിശുദ്ധ അൽഫോൻസാമ. പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്റെയും നിങ്ങളുടെയും ഗലീലി എവിടെയാണ്? ഇന്ന് നിങ്ങളെ ദൈവം ആക്കിയിരിക്കുന്ന നിങ്ങളുടെ കുടുംബ ജീവിതം, സന്യസ്ത ജീവിതം, പൗരോഹിത്യ ശുശ്രൂഷ മേഖലകൾ, അതാണ് നമ്മുടെ ഗലീലി. അവിടെ വെച്ചാണ് ദൈവം നമ്മുടെ ജീവിത ദൗത്യം, നമ്മുടെ പ്രേക്ഷിത ദൗത്യം നമുക്കായിട്ട് നൽകപ്പെടുന്നത്. അതെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈശോ എന്നോടും നിങ്ങളോടും പറയുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങൾ ഗലീലിലേക്ക് തിരികെ പോകണം. അതിനുള്ള കാരണങ്ങൾ നമ്മൾ കണ്ടു. എല്ലാം ആരംഭിച്ച ആ സ്ഥലത്തേക്ക്, ആരംഭത്തിലുണ്ടായിരുന്ന ആ തീഷ്ണതയിലേക്ക്, ആരംഭത്തിലുണ്ടായിരുന്ന ആ വിശ്വസ്തതയിലേക്ക്, ആരംഭത്തിലുണ്ടായിരുന്ന ആ വിശ്വാസത്തിലേക്ക് നമ്മൾ തിരികെ പോകണമെന്ന് പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്നു. രണ്ടാമതായിട്ട്, നമ്മൾ ആയിരിക്കേണ്ട ഗലീലിൽ വെച്ചാണ് നമ്മളെ കുറിച്ചുള്ള ജീവിത ദൗത്യം, പ്രേക്ഷിത ദൗത്യം നമുക്കായിട്ട് ഈശോ നൽകുന്നത്. അവിടെയാണ് ഉദിതൻ നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നത്. അതെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആയിരിക്കേണ്ട ഗലീലിലേക്ക് തിരികെ പോകുവാനുള്ള ഒരു നല്ല തീരുമാനത്തെ ഇന്ന് നമുക്ക് എടുക്കാം. അതിന് പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ നമ്മയെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കണ്ടതിലേറ്റം നല്ലവനെ, ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കേട്ടതിലോ നല്ല സംഗീതമേ. നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ. നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ.